നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 4-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 20-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ശരിക്ക് ഒരു 11 മണി വരെ മാത്രമേ അവിട്ട നക്ഷത്രമുള്ളൂ. അത് കഴിഞ്ഞ് ചതയ നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രവും ചതയ നക്ഷത്രവും ദോഷ നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. നമുക്ക് വളരെ ദോഷത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല. അവിട്ട നക്ഷത്രവും ദോഷപ്രദമല്ല. അത് കഴിഞ്ഞ് വരുന്ന ചതയ നക്ഷത്രവും ദോഷപ്രദമല്ല. പക്ഷെ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ ശുഭദിനമല്ല. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ, ഓരോ കാര്യങ്ങളെയും ഡിലേ വരുത്തുന്നവൻ ആണ് ശനി. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മളൊന്ന് ചെയ്ത് വഴിയിലാവുന്നതിനേക്കാൾ ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ മിഥുന മാസത്തിലെ അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദോഷപ്രദമായ ഒരു വർഷം തന്നെയാണ്. എന്തൊക്കെ രീതിയിൽ ദോഷങ്ങളുണ്ടാവും? സാമ്പത്തിക നഷ്ടം വരും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സാമ്പത്തിക നഷ്ടത്തെ കൊടുക്കും, ശാരീരിക ബുദ്ധിമുട്ടിനെ വരുത്തും, കാര്യങ്ങളെ വിഘ്നം വരുത്തും, എല്ലാത്തിനും തടസ്സം. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. പലതരത്തിലുള്ള ദുരിത ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന സമയമാണ് ഈ ഒരു വർഷക്കാലം എന്നറിയുക. ശത്രുഭയം ഉണ്ടാവും, അപകട സാധ്യതകൾ വരും. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഇതിനെ ഒരു വർഷക്കാലം ഉള്ളത് കൊണ്ട് നമുക്കതിനെ പ്രായശ്ചിത്തം ചെയ്ത് പോകണം. ഈ ഒരു വർഷക്കാലവും നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു ചെറിയ വിഭാഗക്കാർ മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ശനിയാഴ്ച തോറും നീരാഞ്ജനം കത്തിക്കുകയും ശനിവ്രതം നോക്കുകയും ശനീശ്വര യന്ത്രം, ശനീശ്വരൻ ധർമ്മശാസ്താവ് ദേഹരക്ഷയായി ധരിക്കുകയൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും. നമുക്ക് ഈ തടസ്സത്തിൽ നിന്ന് 50% പരിഹാരത്തിലൂടെ മാറ്റാം. താൻ പാതി ദൈവം പാതി. അപ്പോൾ മാറ്റിക്കൊണ്ടു പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതല്ല എങ്കിൽ പോലും ഓരോ കാര്യത്തിന് നമുക്ക് നല്ല സമയമല്ല എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറിയിരിക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇറങ്ങുന്ന സമയം വളരെ ശ്രദ്ധിച്ച് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാല സമയം നോക്കുമ്പോൾ ശനിയാഴ്ച ദിവസം 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണി 20 മിനിറ്റിന് രാവുകാലം തുടങ്ങുള്ളൂ. 20 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. 10 മണി 56 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം ശുഭയാത്രയ്ക്ക്, യാത്രാദി കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്നും ഗുളികകാല സമയവും യമകണ്ഠകാല സമയമുണ്ട്. ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 6 മണി 12 മിനിറ്റ് തൊട്ട് 7:46 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 2 മണി 3 മിനിറ്റ് തൊട്ട് 3:37 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇന്ന് ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കണം. 12 മണി 5 മിനിറ്റ് തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച്
44 മിനിറ്റും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുപ്പോ നീലയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു കറുത്ത നീല തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമല്ല എങ്കിൽ പോലും ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.